ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇഗ്നോ ജാനുവരി 2026 സൈക്കിൾ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയത് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡിസംബർ 1 തൊട്ട് ജാനുവരി 15, 2026 വരെയാണ് നമുക്ക് റീ രജിസ്ട്രേഷന് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള സമയം. സോ ആദ്യ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ജാനുവരി 2025 വ്യത്യസ്ത കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ജൂലൈ 2025 അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സെമസ്റ്റർ വൈസ് കോഴ്സുകളിലൊക്കെ തന്നെ എൻറോൾ ചെയ്തിട്ടുള്ളവർ ഇവരെയൊക്കെ സംബന്ധിച്ച് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അത് മുമ്പ് വ്യത്യസ്ത കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുള്ള അതായത് 2024-ലും 2023-ലുമായിട്ടൊക്കെ തന്നെ ജോയിൻ ചെയ്തിട്ടുള്ളവരും നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആദ്യമായി ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ ജാനുവരി 2025 സൈക്കിളിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരും അതുപോലെ ജൂലൈ 2025 സൈക്കിളിൽ ജോയിൻ ചെയ്തിട്ടുള്ള സെമസ്റ്റർ വൈസ് കോഴ്സുകളിലൊക്കെ തന്നെ എൻറോൾഡ് ആയിട്ടുള്ളവരും. സോ അവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ റീ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുക. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇഗ്നോ റീ രജിസ്ട്രേഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ പേയ്മെന്റ് 2 വട്ടമായിട്ട്, അതായത് ഒരു വട്ടം ലോക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഉടനെ തന്നെ പേ ചെയ്യരുത്. അതുപോലെ കോഴ്സുകളൊക്കെ തന്നെ തങ്ങളുടെ താല്പര്യാനുസരണം തന്നെ സെലക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ റഷ് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യാതെ, മൾട്ടിപ്പിൾ ടൈംസ് അപ്ലൈ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക് എടുത്ത് പിന്നീട് ഒരു ടൈമിൽ ട്രൈ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഇൻസ്ട്രക്ഷൻസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ്, എപ്പോഴാണ് നമ്മളുടെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് എന്നുള്ളതും എൻഡ് ആവുന്നത് എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു പേജിന്റെ തുടക്കത്തിൽ തന്നെ ഇൻസ്ട്രക്ഷൻസിനോടൊപ്പം തന്നെ കാണാൻ സാധിക്കും. സോ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഏറ്റവും താഴെ ഒരു കോളം ടിക്ക് ചെയ്യാനുണ്ട്. സോ അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ പ്രൊസീഡ് ഞെക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള പോർട്ടലിലേക്ക് പോകാൻ സാധിക്കുക. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, റീ രജിസ്ട്രേഷന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പ്രൊസീഡ് ചെയ്യുക. അങ്ങനെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് നമ്മൾ പുതിയൊരു വിൻഡോയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് സ്റ്റുഡന്റ് പോർട്ടൽ എന്നുള്ള ഒരു പേജാണ്. സോ അവിടെ എൻറോൾമെന്റ് നമ്പർ എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷെ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും തന്നെ ഇല്ല. കാരണം നിങ്ങൾ ഇതുവരെ സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. സോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റീ രജിസ്ട്രേഷനിലേക്ക് കടക്കാവുന്നതാണ്. പക്ഷെ രജിസ്റ്റർ ചെയ്യാത്തവരെ സംബന്ധിച്ച് അതിന്റെ താഴെയായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനിയും സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത ലേണേഴ്സ് ആണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ തന്നെ ആദ്യം ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഗ്നോ ID കാർഡിലെ പേര് എന്താണോ അതേ പേര് തന്നെ അവിടെ എൻ്റർ ചെയ്യാനും പറയുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് മെയിൽ ID ഒരു OTP വരികയും ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സോ ഒന്നുകൂടെ നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യണം, നിങ്ങളുടെ ഇഗ്നോ ID പ്രകാരമുള്ള പേര് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എൻ്റർ ചെയ്യുക, അതിന്റെ കൂടെ ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം വേണം നിങ്ങൾ പ്രൊസീഡ് ചെയ്യാനും. പിന്നീട് വരുന്ന OTP കൃത്യമായി സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും. സോ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ മറ്റു ഓപ്ഷൻസും അവിടെ ഉണ്ട്. സോ സ്റ്റുഡന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ സബ് ടാബ് ആയിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. റീ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സിനെ പറ്റി, പിന്നെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മുമ്പത്തെ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുമ്പ് റീ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ലേണർ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അവിടെ ഈ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവണം എന്നില്ല. സോ അവിടെ നമ്മളുടെ കോഴ്സ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ കോഴ്സിന് താഴെയുള്ള ക്ലിക്ക് ഹിയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നെക്സ്റ്റ് എത്തുന്നത് പുതിയൊരു പേജിലേക്കാണ്. അപ്പൊ അവിടെ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ജാനുവരി 2026 സൈക്കിളിൽ റീ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതിന്റെ താഴെ നമ്മളുടെ കറന്റ് കോഴ്സുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നടുവിൽ കാണുന്ന ഈ ജാനുവരി 2026 അഡ്മിഷൻ സൈക്കിളിൽ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ സൈക്കിളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. സോ അവിടെ കോഴ്സ് സെലക്ഷൻ ഉണ്ട്. നമുക്ക് കോഴ്സ് സെലക്ഷനിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് മെറ്റീരിയൽസ് റിസീവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് മെറ്റീരിയൽസ് വേണോ അതോ ഇനി ഓൺലൈൻ ആയിട്ട് തന്നെ PDF എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആക്സസ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ്. അപ്പൊ ഇതെന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15% ഫീസിന്റെ ഇളവ് പലപ്പോഴും എന്തിലുണ്ടാവാറുണ്ട്, പലപ്പോഴും അല്ല എല്ലാ കേസിലും നിങ്ങൾക്ക് ഈ ഒരു PDF മാത്രമായിട്ട് മെറ്റീരിയൽസ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ടാവാറുണ്ട്.
പക്ഷേ പരമാവധി നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് തന്നെ നോട്ട്സ് എടുക്കുക ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, കുറെ കൂടെ പഠിക്കാനും നിങ്ങൾക്ക് പുസ്തകം ആയിട്ട് തന്നെ കൊണ്ടുവെക്കാനും ഒക്കെ തന്നെ കുറെ കൂടെ ഈസി ആവുക ഈ ഫിസിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, ഓൺലൈനായിട്ട് പഠിക്കുന്നതാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് PDF ചൂസ് ചെയ്യാം. അതല്ല പ്രിന്റഡ് മെറ്റീരിയൽസ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതും ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോർ കോഴ്സുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് എലക്റ്റീവ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ സ്കിൽ എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ എടുക്കാൻ താല്പര്യപ്പെടുന്ന കോഴ്സുകളും ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും നിങ്ങൾക്ക് പറ്റുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ് എടുക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെമസ്റ്റർ 3 സെമസ്റ്റർ 4 പേപ്പേഴ്സ് ആണ് നമ്മളോട് ഓപ്റ്റ് ചെയ്യാൻ പറയുന്നത്. അത് ഇയർ വൈസ് ആയിട്ട് വരുന്ന റീ രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെമസ്റ്ററിലേക്കുള്ള പേപ്പേഴ്സ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ. സോ 2 സെമസ്റ്ററിലേക്കും എനിക്ക് താല്പര്യമുള്ള ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പേപ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താല്പര്യമുള്ള പേപ്പർ സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഫീ പേ ചെയ്യാൻ ഏത് പോർട്ടലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഏത് ഗേറ്റ് വേ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക, ഫീ പേ ചെയ്യുക. അന്നേരം അതിന്റെ ഒരു റെസീറ്റ് വരും. ആ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നതോടുകൂടി നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ടുന്ന, വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രൊസീജിയർ ആണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റീ രജിസ്ട്രേഷനിൽ ഏതോ രീതിയിൽ അസിസ്റ്റൻസ് വേണമെന്ന് തോന്നുന്നവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്മളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുക. റീ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഇഗ്നോയിലെ ഓരോ കോഴ്സും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിനായിട്ട് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും എല്ലാവരും ഓർക്കുക. സോ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട്, ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും സമയാസമയം ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ലേൺവൈസിനെ പറ്റി വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 36ഓളം വരുന്ന കോഴ്സുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ലേൺവൈസിലെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ലേൺവൈസ് ഉറപ്പാക്കുന്നുണ്ട്. ഇനിയും ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ കണക്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ചാനലിലും ഷെയർ ചെയ്യാറുണ്ട്. സോ അതിലും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചാനലിൽ ജോയിൻഡ് ആണെന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.